നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ പൊളി സാധനം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഇന്ന് അദ്വികമ്മയുടെ 5ാം പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു അവൽ നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ലൈക്ക് ഇല്ല, ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യും പ്ലീസ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പായസം ഉണ്ടാക്കിയാലോ? വാ. അപ്പോൾ നമ്മുടെ ഈ പായസത്തിന് ആവശ്യമേ, ഞാൻ ഒരു 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പശും പാലാണ്, മലനാടൻ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവല്, 1 കപ്പ് അവല്, 1 നേന്ത്രപ്പഴം, നമ്മുടെ ഏത്തപ്പഴം, പിന്നെ കണ്ടൻസർ മിൽക്ക്, പഞ്ചസാര, നെയ്യ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത്ര സാധനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് നമ്മൾ പാല് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. ഒരടുപ്പയിൽ നമ്മൾ നമ്മുടെ ഉരുളിയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവേ. ഉരുളി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വരാവേ. നമ്മൾ നേന്ത്രപ്പഴം നന്നായി മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ പീസാണ്, നോക്കിയേ. നമുക്ക് അല്പം നെയ്യ് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാവേ. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. മുന്തിരിങ്ങ വറുത്തെടുക്കാം. നമുക്ക് മാറ്റാം. നമുക്ക് ഈ നെയ്യിലേക്ക് ഈ നേന്ത്രപ്പഴം ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റാവേ. നേന്ത്രപ്പഴം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവേ. അടുത്തതായി നമ്മൾ അവല് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതിയേ. അവല് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാവേ. അതാ വീഴുമ്പോൾ ഒച്ച കേട്ടോ, കണ്ടോ? ഇപ്പൊ നമ്മള് പാല് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ അകത്തിലേക്ക്. ഒന്ന് തിളക്കട്ടെ. തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം വെച്ചാൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുള്ളതുകൊണ്ട് പഞ്ചസാര കുറച്ച് ചേർക്കുന്നുള്ളൂ. നമുക്ക് ഇളക്കി കൊടുക്കാം. പാല് തിളച്ചിട്ടുണ്ട്. നമുക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളൂ. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇച്ചിരി കുറുകാൻ നിൽക്കണ്ട. നമ്മൾ ആ ചതച്ച ഏലക്ക അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് റെക്കോർഡായില്ല ഇടുന്നത്. അപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഏലക്ക ഇട്ടേക്കുന്നുണ്ട്. എന്നാ വെച്ചാൽ ചതച്ച ഇട്ടേക്കുന്നത്. ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടിയാണേ. നമുക്കിനി അവല്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലേ, റോസ്റ്റ് ചെയ്ത് അവൽ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കാം.
ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലേ ഇട്ട് കൊടുത്തേക്കാവേ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പാലുമായിട്ട് അവലൊന്ന് ലയിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഫിനിഷ് ചെയ്യാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അദ്വൈമോടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള അവൽ നേന്ത്രപ്പഴം പായസം ഇവിടെ റെഡിയായി. ഉണ്ടോ? അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. വാവ്, കാണാൻ എന്തൊരു ചന്തല്ലേ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതേ. ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ അവൽ നേന്ത്രപ്പഴം പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ പൊളി സാധനം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.